بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ, സന്തോഷത്തോടെ, ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. പരിശുദ്ധമായ റജബ് മാസം റമളാനിന്റെ മുന്നോടിയായി അല്ലാഹു തന്നിരിക്കുന്ന ഒരു വലിയ പരിശീലനത്തിന്റെ അവസരമാണ്. റമളാനിലേക്ക് നാം കണ്ടെത്തുന്ന, റമളാനിൽ ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ നന്മകളെയും റജബിൽ പരിശീലിക്കാനുള്ള അവസരം അള്ളാഹു വെച്ചിട്ടുണ്ട്. നോമ്പ് മാത്രമല്ല, ഖുർആൻ പാരായണം മാത്രമല്ല, റമളാൻ പൊതുവെ സഹാനുഭൂതിയുടെ മാസമാണ്. റമളാൻ മറ്റുള്ളവന്റെ വേദനയും വിശപ്പും ഒക്കെ ബോധ്യപ്പെടുന്ന മാസമാണ്. ആ അർത്ഥത്തിലുള്ള ഒരു പരിഗണന റജബ് മാസത്തിൽ നമുക്ക് കാണിക്കാവുന്നതാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാന്മാരായ സ്വഹാബത്ത് റജബ് മാസത്തിന്റെ വരവിൽ അവർ ജീവകാരുണ്യ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു ശ്രമത്തിനും മുതിരുമായിരുന്നു. ഇത് നമുക്ക് ഹദീസുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും ഒക്കെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ റമളാനിൽ ഒരാൾക്ക് നേടാൻ കഴിയുന്ന നന്മകൾക്കുള്ള എല്ലാ ശ്രമവും റജബിൽ പൂർവികരായ ആളുകൾ നടത്തിയിരുന്നു എന്നുള്ളതും മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഗ്രന്ഥവരികളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് റമളാൻ പുണ്യങ്ങളുടെ വസന്തകാലം എന്ന് പറയുന്ന പോലെ റജബ് മാസത്തിലെയും പുണ്യങ്ങളെ മഹാന്മാരായ പൂർവികർ വളരെ ആസ്വാദ്യ രൂപത്തിൽ അതിനെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ചുരുക്കം. അതുകൊണ്ടൊക്കെ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെ പഴയകാല സ്വാലിഹീങ്ങൾ പറഞ്ഞിരുന്ന ഒരു പ്രയോഗമുണ്ട്, യാ ലൈത ഇദ്ദത ശുഹൂരിൻ കുല്ലഹു റജബ് എന്ന്. ഒരു കൊല്ലം മുഴുവനും റജബായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അവർ പറയുമായിരുന്നുവെന്ന് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. സുദീർഘമാക്കുന്നില്ല, റജബ് മാസത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില നന്മകളെ കുറിച്ചും റജബിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെയാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും റബ്ബ് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. റജബ് മാസം വരുമ്പോഴേക്കും സാമ്പത്തികമായ രംഗത്തെ വൃത്തിയെക്കുറിച്ച് ബോധവൽക്കരിക്കുമായിരുന്നു സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സാമ്പത്തിക രംഗത്തെ വൃത്തി എന്ന് പറയുന്നത് സക്കാത്ത് കൊടുത്ത് വീട്ടുമ്പോഴും സ്വതക്ക ചെയ്യുമ്പോഴും ഒക്കെയാണ് ഉണ്ടായിത്തീരുക എന്നത് നാം ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് സക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ അവകാശം എന്ന പോലെ തന്നെ, സക്കാത്തിന് അർഹതപ്പെട്ട 8 വിഭാഗമുണ്ട്, അവരുടെ അവകാശം എന്ന പോലെ തന്നെ ഈ ധനികനായ മനുഷ്യന്റെ സമ്പത്തിന്റെ അഴുക്കുകൂടിയാണ് സക്കാത്തായി കൊടുക്കുന്ന ആ സമ്പത്തിനെ അഴുക്കായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക, സ്ഫുടം ചെയ്യുക എന്നൊക്കെയാണ് അതിനർത്ഥം. പരിശുദ്ധമായ റജബ് മാസം വരുമ്പോൾ പാവപ്പെട്ടവന്റെ അവകാശത്തെ നേരത്തെ കൊടുത്ത് അവനെ സന്തോഷിപ്പിക്കുക എന്ന പരിഗണന എല്ലാവരും ഏറ്റെടുക്കണമെന്ന വിളംബരം നടത്തുമായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ഭരണകാലഘട്ടത്തില് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ലമ്മസ്തഹല്ല റജബ് റഖാ അൽ മിംബറ യൗമൽ ജുമുഅ, റജബ് മാസം എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ വെള്ളിയാഴ്ച, റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേക നിർദ്ദേശം വഖതബ സുമ്മ ഖാല അലാ ഇന്ന ഹാദാ ശഹ്റുല്ലാഹിൽ അസം. മഹാനവറുകൾ ജനങ്ങളോട് ബോധവൽക്കരണം നടത്തും. നിശബ്ദതയുടെ അച്ചടക്കത്തിന്റെ മാസമായ അള്ളാഹുവിന്റെ മാസമായ റജബ് മാസത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. ഇതെപ്പോഴാ പറയാ? റജബ് മാസത്തിന്റെ പിറവി ഉണ്ടായി പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ മിമ്പറിൽ നിന്ന് തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനം മഹാനവറുകൾ നടത്തും. എന്നിട്ട് പറയും, വഹുവ ശഹ്റു സക്കാത്തിക്കും, നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി
പ്രത്യേകം ഓർമ്മ വെക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് സക്കാത്ത് കൊടുക്കാൻ പറ്റിയ മാസമാണ് എന്ന് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. നമുക്ക് പൊതുവെ റമദാനിൽ സക്കാത്ത് കൊടുക്കുന്ന ശീലമുണ്ട്. റമദാനിൽ കൊടുക്കുന്നത് എല്ലാവരും സക്കാത്ത് കൊടുക്കേണ്ട കൊല്ലം പൂർത്തിയാകുന്നത് റമദാനിലായതുകൊണ്ട് മാത്രമല്ല, റമദാൻ എന്നുള്ളതിൽ ഒരു ദാനധർമ്മത്തിന്റെയും കൊടുക്കൽ പോലെയുള്ള നന്മകളുടെയും ഇരട്ടി പ്രതിഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയും, റജബ് മാസം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ദാനധർമ്മങ്ങൾ സക്കാത്ത് പൂർത്തീകരിക്കണം. അതേക്കുറിച്ചൊരു ഓർമ്മ വേണം. അത് റജബ് മാസത്തിൽ നിങ്ങൾക്ക് നിർവഹിക്കാവുന്നതാണ് എന്ന് മഹാനവറുകൾ പ്രത്യേകം നിർദ്ദേശിക്കുമായിരുന്നു. ഫമൻ കാന അലൈഹി ദൈനുൻ ഫൽയുഅദ്ദി ദൈനഹു ലിയുസക്കി മാ ബഖിയ. കടമിടപാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റജബിൽ തന്നെ പരമാവധി കൊടുത്തു തീർക്കണേ എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുമായിരുന്നു. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, റമദാൻ വരുമ്പോഴേക്കുമുള്ള ഒരു ഒരുക്കവും സാമ്പത്തികമായ ഒരു തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു നിർദ്ദേശം നേരത്തെ തന്നെ റജബിലൂടെ മഹാനവറുകൾ നടത്തിയിരുന്നത്. ഒരു കാര്യം അങ്ങനെയാണ്. രണ്ടാമത് നമുക്ക് മനസ്സിലാകുന്നത്, പാവപ്പെട്ടവന്റെ അവകാശത്തെ ഒരു ജീവകാരുണ്യ ബോധത്തോടുകൂടെ നേരത്തെ തന്നെ നിർവഹിച്ചു കഴിഞ്ഞാൽ അതുവഴി പാവപ്പെട്ടവന് റമദാൻ സുഭിക്ഷമാവും എന്ന ഒരു ചിന്ത മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നു. അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മാത്രവുമല്ല, മഹാനവറുകൾ ഈ സാമ്പത്തിക വിളംബരം നേരത്തെ പ്രഖ്യാപിക്കുന്നത് റജബ് മാസത്തിന്റെ പുണ്യത്തെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവിടുത്തെ ഉന്നിയയുടെ 1-ാം വാള്യം 85-ാമത്തെ പേജിൽ ഈ ഉദ്ധരണി പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ റജബ് മാസം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളം നന്മകൾ ജീവകാരുണ്യ മേഖലകളിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അത് റമദാനിൽ മാത്രമല്ല, അല്ലാതെയും നമുക്ക് കഴിയും എന്നുള്ളത് ബോധ്യപ്പെടുത്താം. റജബ് മാസത്തെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഷഹ്റുല്ലാഹി എന്നാണ്. റജബുൻ ഷഹ്റുല്ലാഹ്. റജബ് അള്ളാഹുവിന്റെ മാസം, അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടാണ് റജബിനെ പറഞ്ഞിട്ടുള്ളത്. മറ്റു ചില ഹദീസിൽ കാണാം ഷഹ്റുല്ലാഹിൽ അസമ്മ് എന്ന് കാണാം. നിശബ്ദമായ മാസം, നിശബ്ദതയുടെ മാസം, അള്ളാഹുവിന്റെ മാസം. ഷഹ്റുല്ല അള്ളാഹുവിലേക്ക് ചേർത്തിട്ടാ റജബിനെ പറയപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആ ഹദീസിന്റെ കിതാബുകളിലൊക്കെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിലേക്ക് ചേർത്തിട്ട് ഒരു മാസത്തെ അവതരിപ്പിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ചേരാൻ പറഞ്ഞ സ്വഭാവം ഈ മാസത്തിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് ചേരാൻ പറഞ്ഞ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം ഈ മാസത്തിൽ ഉണ്ടാവണമെന്നൊരു തത്വം അതിലുണ്ട്. അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടാ റജബിനെ പറയാറ് ഷഹ്റുല്ലായത്ത്. അതിന്റെ അർത്ഥം, അതിന്റെ ലക്ഷ്യം അള്ളാഹുവിലേക്ക് ചേരാൻ പറ്റിയ ഒരു സ്വഭാവം ഈ മാസത്തിൽ നമ്മൾ പ്രത്യേകം ഉണ്ടാക്കണമെന്നാണ്. ഏതാണ് അള്ളാഹുവിലേക്ക് ചേരാൻ പറ്റിയ സ്വഭാവം? ഇമാം ഫഖ്റുദ്ദീൻ റാസിയുടെ തഫ്സീറുൽ കബീറിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിലേക്ക് ചേരാൻ പറ്റിയ ആ സ്വഭാവം തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്, അള്ളാഹുവിന്റെ സ്വഭാവത്തെ നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കണേ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് അള്ളാഹുവിന്റെ സ്വഭാവം? ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവർ റഹ്മാനുർ റഹീം. അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്. അതാണ് അല്ലാഹുവിന്റെ സ്വഭാവം. എവിടെയും അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് പടച്ച റബ്ബിന്റെ കരുണയാണ്. അല്ലാഹുവിലേക്ക് ചേർത്തിട്ട് പറയുന്ന മാസമാണ് റജബ്. അള്ളാഹുവിലേക്ക് ചേരാൻ തന്റെ സൃഷ്ടിക്ക് ഏറ്റവും നല്ല അനുകരണീയമായ സ്വഭാവം അള്ളാന്റെ സ്വഭാവമായ കരുണയാണ്. റജബ് കരുണയുടെ മാസമാണ്. കേട്ടോളൂ, ഒരു ഹദീസ് പറയാം. عن عبد الله بن الزبير رضي الله عنه قال رسول الله صلى الله عليه وسلم ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഇബ്നു ഹജറിൻ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തബിയൂനുൽ അജ്ബി ബിമാ വറദ ഫീ ഫളൽ റജബ് എന്ന് പറയുന്ന കിതാബിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാനായ അബൂ താഹിർ അഹ്മദ് ബിൻ മുഹമ്മദ് സലഫി തങ്ങൾ അദ്ദേഹത്തിന്റെ മുഅ്ജമുസ് സഫറിലും ഈ ഹദീസ് പറയുന്നുണ്ട്. ഒന്നുകൂടി പറയാം. അൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم
മൻ ഫറജ അൻ മുഅ്മിനിൻ ഖുർബതൻ ഫി റജബിൻ വഹുവ ശഹ്റുല്ലാഹിൽ അസം. ഹബീബ് പറയാണ്, അല്ലാഹുവിന്റെ മാസമായ അച്ചടക്കത്തിന്റെ മാസമായ റജബ് മാസത്തിൽ ആരെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിഷമം മാറ്റിക്കൊടുത്താൽ, പ്രയാസം മാറ്റിക്കൊടുത്താൽ, സാമ്പത്തികമായ ഇടങ്ങേറുകളിൽ സഹായിച്ചാൽ, രോഗസംബന്ധമായ പ്രയാസങ്ങളിൽ ഒരു ആശ്വാസം പകർന്നു കൊടുത്താൽ, അഅതാഹുല്ലാഹു തആല ഫിൽ ഫിർദൗസി ഖസ്റ മുദ്ദ ബസ്രിഹി. ഏത് മാസം ചെയ്യുന്ന കാര്യമായി പറഞ്ഞത്? റജബ് മാസത്തിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആൾക്ക് ഹബീബായ നബി തങ്ങൾ പറയാണ്, അഅതാഹുല്ലാഹു തആല ഫിൽ ഫിർദൗസി ഖസ്റ മുദ്ദ ബസ്രിഹി. കണ്ണെത്താ ദൂരം വരെ വിശാലമായ ഒരു വലിയ കൊട്ടാരം ഫിർദൗസിൽ, സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു റജബിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആൾക്ക് നൽകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അക്രിമു റജബ, റജബിനെ നിങ്ങൾ ബഹുമാനിക്കണം, എന്നാൽ യുക്രിംകുമുല്ലാഹു തആല ബി അൽഫി കറാമ. റജബിനെ ബഹുമാനിച്ചാൽ 1000 ബഹുമാനം നിങ്ങൾക്ക് അള്ളാഹു നൽകും. 1000 ബഹുമാനങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു നൽകും. 1000 അംഗീകാരം സമൂഹത്തിൽ നിങ്ങൾക്ക് അള്ളാഹു തിരിച്ചു നൽകും. നിങ്ങൾ റജബിനെ മാനിച്ചോളൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബീയുനുൽ അജബി ബിമാ വറദ ബി ഫളലി റജബ് എന്ന കിതാബില് മഹാനായ ഇമാം ഇബ്നു ഹജറിൻ അൽ അസ്ഖലാനി, ബുഖാരിയുടെ ശറഹ് എഴുതിയ ആളാണ്, മഹാനവറുകൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂ താഹിർ അഹമ്മദ് ബിൻ മുഹമ്മദ് സലഫി തങ്ങൾ അദ്ദേഹത്തിന്റെ മുഅ്ജമുസ് സഫറിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റജബ് മാസത്തിൽ ഒരുപാട് നന്മ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു 6 നന്മകൾ പറഞ്ഞു തരാം, ശ്രദ്ധിക്കണം. ഒരു 6 നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒരു ഹദീസാണത്, ഇമാം തുർമുദിയുടെ ജാമിഉലുള്ള ഹദീസാണ്. ആ 6 നന്മകൾ റജബ് മാസത്തിൽ ആരും പഴക്കരുത്, പറ്റുമെങ്കിൽ ചെയ്യണം. 6 നന്മകൾ ആരും ശ്രദ്ധിക്കാതെ പോവാ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, അതിന്റെ വലിപ്പം നമുക്കറിയില്ല. ഒരു 6 നന്മകൾ പറയാൻ പോവാ. കേട്ടോട്ടോ. അള്ളാഹുവേ, ഞങ്ങൾക്കത് നിറവേറ്റാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കേട്ടോളൂ. അന്നബി ദർറിൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബിൽ ചെയ്യാൻ പറ്റിയ വളരെ ലളിതമായ 6 നന്മകൾ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അന്നബി ദർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റജബിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന, ആരും ശ്രദ്ധിക്കാത്ത, നിസ്സാരമെന്ന് തോന്നിപ്പോകുന്ന ഒരു 6 കാര്യങ്ങളുണ്ട്. 6 നന്മ റജബിൽ ചെയ്യാൻ നമുക്ക്. ഒന്നാമത്തെ നന്മ, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ. പലപ്പോഴും ഈ ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒരു സഹോദരൻ തന്റെ മറ്റൊരു സഹോദരന്റെ നേരെ ഒന്ന് പുഞ്ചിരിക്കുക എന്നത്, പുഞ്ചിരി എന്തൊരു വലിയ മഹത്വമുള്ള കാര്യ. പുഞ്ചിരി ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണമായി മഹാന്മാരായ നമ്മുടെ തസവുഫിന്റെ ഉലമാ എണ്ണിയിട്ടുള്ള ഒരു കാര്യ പുഞ്ചിരി. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന്റെ അടയാളം എന്താ? മുഖപ്രസന്നത, പുഞ്ചിരി. നിന്റെ സഹോദരന്റെ നേരെ സ്നേഹത്തോടെയും ആദരവോടുകൂടെയും ആണിന്റെ നേരെ പുഞ്ചിരിക്കുക എന്നതിന് സ്വദഖ എന്ന പദവിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബിൽ ചെയ്യാൻ പറ്റുന്ന 6 കാര്യങ്ങൾ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 6 കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞത്. രണ്ടാമത്തെ കേട്ടോളൂ. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് ഉണ്ട്. വ അംറുക ബിൽ മഅറൂഫി വ നഹ്യുക അനിൽ മുൻകരി സ്വദഖ. നന്മ പറഞ്ഞു കൊടുത്തിട്ട് നന്മ പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ പറയുകയും തിന്മ ചെയ്യല്ലേ എന്ന് പറയുകയും ചെയ്യുക എന്നത് രണ്ടാമത്തെ പുണ്യമാണ്. ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. നന്മ ചെയ്യാൻ ഒരാളോട് നമുക്ക് കൽപ്പിക്കാനുള്ള യോഗ്യത നമ്മൾ ഉണ്ടാക്കണം. നന്മ കൽപ്പിച്ചാൽ നന്മ കേൾക്കുന്നവൻ, കൽപ്പന സ്വീകരിക്കുന്നവൻ അത് ഏറ്റെടുത്ത് ചെയ്യണമെങ്കിൽ ഈ കൽപ്പിക്കുന്നവന്റെ ജീവിതത്തിൽ ആ നന്മ ഉണ്ടാവണമെന്നാണ്. وحيث كان داعيا إلى الله مع اتصافه بالعمل الصالح كان قوله مقبولا ويؤثر في القلوب ومن كان بخلاف ذلك فليس قوله مقبولا ولا يؤثر في القلوب ولا تنبغي صحبته എന്ന് സൂറത്ത് ഫുസ്സിലത്തിന്റെ ആയത്തുകൾ, അതോ സൂറത്ത് സഫിന്റെ ആയത്തുകളാണോ?
പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരിങ്ങളിൽ പ്രമുഖനായ ഇമാം സാവി രേഖപ്പെടുത്തുന്നതും മറ്റു മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നതുമായി നമുക്ക് കാണാൻ കഴിയും. എന്തായി പറഞ്ഞത്? നമ്മൾ ഒരു നന്മ കൽപ്പിക്കുമ്പോൾ ആ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ നന്മ ആരോടാണോ നമ്മൾ കൽപ്പിച്ചത് അയാൾ ഏറ്റെടുക്കാൻ നമ്മൾ ആ നന്മ ജീവിതത്തിൽ ഉണ്ടായ ആളാണ് എന്ന പദവിയും അർഹതയും കരസ്ഥമാക്കിയിരിക്കണം. എന്നാൽ നമ്മൾ പറഞ്ഞ അത് ഫലിക്കുള്ളൂ. ഒരാളോട് ചെയ്യാൻ പറയണമെങ്കിൽ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നമ്മളത് ഒരാളോട് നന്മ കൽപ്പിക്കുമ്പോൾ ആ നന്മ അയാൾ ഏറ്റെടുത്ത് ചെയ്യും. അതതിൻ്റെ ഒരു മനഃശാസ്ത്രം. ഇത് ജീവിതത്തിലുള്ള ആൾ പറയുമ്പോഴത് ഫലിക്കൂ. ഒരു തിന്മ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ നമ്മളും അത് ചെയ്യാത്തവരായിരിക്കണം. എന്നാലാണ് അത് കേൾക്കുന്നവൻ ചെയ്യാതിരിക്കുകയുള്ളൂ. ഇവിടെ എന്താ പറഞ്ഞത്? റജബ് മാസമാണ്. നമുക്ക് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന, ആരും ശ്രദ്ധിക്കാത്ത ഒരു 6 അമലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സ്നേഹത്തോടെയും ആദരവോടെയും തന്റെ സഹോദരന്റെ നേരെ മറ്റൊരു സഹോദരൻ പുഞ്ചിരിക്കുക, സഹോദരിയുടെ നേരെ മറ്റൊരു സഹോദരി പുഞ്ചിരിക്കുക, പുഞ്ചിരി. രണ്ടാമത്തേത് നന്മ കൽപ്പിക്ക, തിന്മ വിരോധിക്ക. അവിടെ ഒരു നിബന്ധന പാലിക്കണമെന്നുണ്ട്. കൽപ്പിക്കപ്പെടുന്ന നന്മ നമ്മളും ചെയ്യുന്നതായിരിക്കണം, നിരോധിക്കപ്പെടുന്ന കാര്യം നമ്മളും ചെയ്യാത്തതായിരിക്കണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം കേട്ടോളൂ. ഒരാൾ വഴി ചോദിച്ചു വന്നാൽ അയാൾക്ക് കൃത്യവും വ്യക്തവുമായ വഴി പറഞ്ഞു കൊടുക്കുക എന്നത് നമുക്ക് സ്വതക്കയാണ്. റജബിൽ ചെയ്യാവുന്ന കാര്യം, വല്ല പൈസ കൊടുക്കുള്ള കാര്യമാണോ? എന്തൊരു എളുപ്പമാണ്. ഇനി കേട്ടോളൂ. നാലാമത്തെ കാര്യം, നമ്മുടെ കൂട്ടത്തില് അവശതയിൽ കഴിയുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, കഷ്ടപ്പാട് ഇടങ്ങേറുമായിട്ട് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവൻ നമ്മൾ കാണുമ്പോൾ സ്നേഹത്തിന്റെ ഒരു നോട്ടം നോക്കലില്ലേ? അവന്റെ നേരെ ദയനീയമായ ഒരു സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ ഒരു നോട്ടം. പടച്ചോനെ, എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യൻ അദ്ദേഹം. ഒരു രോഗിയെ കാണുമ്പോൾ അങ്ങനെ ഒരു നോട്ടം ഉണ്ടല്ലോ, ആ സ്നേഹത്തിന്റെയും അലിവിന്റെയും ഒക്കെ ആർദ്രമായ ഒരു നോട്ടം. ആ നോട്ടം ഒരു വലിയ പുണ്യമാണത്, സ്വതക്കയാണെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് റജബിൽ ചെയ്യാൻ പറ്റിയ 6 കാര്യങ്ങളിൽ നാലാമത്തേത് അതാ. അഞ്ചാമത്തേത് കേട്ടോ, വഴിയിലെ തടസ്സങ്ങൾ നീക്കി വഴി സഞ്ചാരയോഗ്യമായ അവസ്ഥയിൽ, അതായത് വല്ല കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നികത്തി കൊടുക്കുകയോ, കാട് കയറി കിടക്കുന്ന ഭാഗമൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുകയോ, റോഡിന്റെ നടുവിൽ കിടക്കുന്ന വലിയ ഉരുളങ്ങളിലും തടിക്കഷ്ണമൊക്കെ എടുത്ത് മാറ്റുകയൊക്കെ ചെയ്യുക എന്നത് ആർക്കും സാധിക്കുന്ന കാര്യമാണ്. അതുപോലും ഒരു വലിയ പുണ്യമായി, സദഖയായി ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. അഞ്ചാമത്തെ കാര്യം അതാണ്. ഇനി കേട്ടോളൂ, ആറാമത്തെ കാര്യം, നിന്റെ സഹോദരനും നീയും വെള്ളം കുടിക്കണമെന്ന ആവശ്യത്തിൽ നിൽക്കുക. അപ്പൊ നിന്റെ പാത്രത്തിൽ നിന്ന് അധികം ഉണ്ടെങ്കിൽ അവനിലേക്ക് കുറച്ച് പകർന്നു കൊടുക്കുക എന്നത് സ്വതക്കയാണ്. ഞാൻ ഇതിന് പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഉദാഹരണം, നമ്മുടെ പൊതു ടാപ്പുകളിൽ വെള്ളം ശേഖരിക്കാൻ വേണ്ടി എത്തുന്ന സഹോദരിമാരൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരു കാഴ്ച പണ്ടുണ്ടായിരുന്നു. ഒരു പൊതു ടാപ്പിന്റെ മുന്നിലേക്ക് രാവിലെ തന്നെ വെള്ളം പിടിക്കാൻ വേണ്ടി കുറെ ആളുകൾ വരുന്ന ആ കാഴ്ച. അത്തരം സന്ദർഭങ്ങളൊക്കെ ആണെന്ന് വെക്കാം, വെറുതെ ഒന്ന് സങ്കല്പിക്കാം. അങ്ങനെയെങ്കിൽ നിറഞ്ഞ ഒരു കുടത്തിലെ വെള്ളം, അല്ലെങ്കിൽ നമ്മൾ ശേഖരിക്കാൻ നിൽക്കുന്ന അവസരം, ഒരു പാവപ്പെട്ടവൻ, ഒരു ആരോഗ്യം കുറഞ്ഞവൻ, അല്ലെങ്കിൽ തിരക്ക് കൂടുതലുള്ള മറ്റൊരാൾ നിൽക്കുന്നുവെങ്കിൽ അയാൾക്ക് നമ്മുടെ അവസരം കൊടുക്കുക എന്നത് അത് സ്വതക്കയായിട്ട് തന്നെ എണ്ണുന്നു. ഒരു ബസ്സിൽ നിൽക്കുന്ന ഒരു വൃദ്ധനെ കണ്ടപ്പോ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ നിന്നും എഴുന്നേറ്റ് അദ്ദേഹത്തിന് ആ സീറ്റ് കൊടുക്കുക എന്നതൊക്കെ ഈ പറയപ്പെട്ട പരിധിയിൽ വരും. ഇങ്ങനെയുള്ള നമ്മൾ ശ്രദ്ധിക്കാത്ത നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള കുറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായതൊക്കെ, ഇതൊക്കെ വലിയ വലിയ നേതാക്കൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ വലിയ നേതാക്കൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നേതാവിനെ കുറിച്ച് പറഞ്ഞത് ഏറ്റവും വലിയ കരുണയുള്ളവനായ ഒരു നേതാവിനെ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. റജബുൻ ഷഹ്റുല്ലാ, റജബ് അള്ളാഹിന്റെ മാസമാ, അള്ളാഹു കാരുണ്യവാനാ. റജബിന്റെ സന്ദേശം കരുണയാണ്, സ്നേഹമാണ്. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ മഹാന്മാരായ നേതാക്കളെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? അവരൊക്കെ ഈ കരുണയും സ്നേഹവും ഒക്കെ ഉള്ളവരായിരുന്നല്ലോ. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ ഒരു ഹദീസ് കാണാം. അൻ സഹ്ൽ ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ ഖൗമി ഫി സഫരി ഖാദിമുഹും. ഒരു ജനതയുടെ നേതാവ് എന്നൊക്കെ പറയണമെങ്കിൽ യാത്ര പോകുമ്പോൾ ഇടങ്ങേറും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുമല്ലോ. ആ യാത്രയിൽ നേതൃത്വ പദവിയിൽ ഇരിക്കുന്നവൻ നേതാവ് ചമഞ്ഞിരിക്കാതെ ഇറങ്ങി ജനങ്ങൾക്ക് ഖാദിമായി നിൽക്കുന്നുവെങ്കിൽ അവനാണ് ആ
യഥാർത്ഥ നേതാവെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല ഫമൻ സബഖഹും ബിഖിദ്മത്തിൻ ലം യസ്ബിഖൂഹു ബിഅമലിൻ ഇല്ല ഷഹാദ. ഒരു ജനതയ്ക്ക് എന്തെങ്കിലും ഒക്കെ ജീവകാരുണ്യ പ്രവർത്തനം ഒരാൾ ചെയ്ത് ഒരു പുണ്യം നേടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പുണ്യത്തെ കവർ ചെയ്ത് അതിനപ്പുറത്തേക്ക് മറികടന്ന് മറ്റൊരു പുണ്യം ഇനി പറയാൻ പറ്റണമെങ്കിൽ അടർക്കളത്തിൽ അള്ളാന്റെ ദീനിനു വേണ്ടി നിർബന്ധിത സാഹചര്യത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാവുമ്പോൾ കിട്ടുന്ന കൂലിക്കല്ലാതെ മറ്റൊരു കൂലി കൊണ്ടും ഇതിനെ മറികടക്കാൻ കഴിയില്ല. ഏതിനെ? ജീവകാരുണ്യ പ്രവർത്തനത്തെ. ജീവകാരുണ്യ പ്രവർത്തനത്തിന് കിട്ടുന്ന പ്രതിഫലത്തെ മറികടക്കാൻ മറ്റൊരു പ്രതിഫലമുള്ള അമല് ഏത് എന്ന് ചോദിച്ചാൽ അനിവാര്യമായ ഘട്ടത്തിൽ അടർക്കളത്തിൽ പോയി യുദ്ധം ചെയ്ത് ഷഹീദായാൽ കിട്ടുന്ന ഒരു കൂലി കൊണ്ടല്ലാതെ മറികടക്കാൻ കഴിയില്ലെന്ന് ശുഅബുൽ ഈമാനിലെ ഹദീസ് ഉണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തില് ഒരു കരുണയുള്ള അത്തരം ബോധമുള്ള കാരുണ്യത്തെക്കുറിച്ചുള്ള ബോധമുള്ള ഒരു മനസ്സും അതിനുള്ള ഒരു തയ്യാറെടുപ്പും ജീവിത ശൈലിയൊക്കെ നമുക്ക് വേണം. ഒരു ചാരിറ്റി മെന്റാലിറ്റി എപ്പോഴും നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു ഭാഗമാവാൻ നാം തെരഞ്ഞെടുക്കേണ്ട അതിപ്രധാനപ്പെട്ട മാസമാണ് റജബ് മാസം. മഹാന്മാരായ ഇന്നലകളിൽ കഴിഞ്ഞ മഹാന്മാരൊക്കെ ആ അർത്ഥത്തിൽ റജബിനെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചുരുക്കം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന വർത്താനം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. മഹാനായ അൽ ഇമാം അബൂബക്കറിൻ തർത്തൂശി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സിറാജുൽ മുലൂക്ക് എന്ന് പറയുന്ന കിതാബിൽ ഈ ഉദ്ധരണി പറയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ശരിക്കും ഒരു നേതാവ് എന്നൊക്കെ പറഞ്ഞ ആരായിരിക്കും എന്ന് ചോദിച്ചു. ഒരു നേതാവ് എന്ന് പറഞ്ഞ ആരാ? ഒരു നേതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു നേതാവിന്റെ ക്വാളിറ്റി പറയാണ്. അതായത് അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി. ആരാണ് നേതാവ് എന്നറിയോ? അൽ ജവാദു ഇദാ സുഇല. ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ട് വരാണെങ്കിൽ വാരിക്കോരി കൊടുക്കാനുള്ള മനസ്സുണ്ടവനായിരിക്കും. മുഷിപ്പ് തോന്നൂല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വരാണെങ്കിൽ വാരിക്കോരി കൊടുക്കാൻ മനസ്സുള്ള ആളാരോ അയാളാണ് ശരിക്കും ഒരു നേതാവ്. മാത്രവുമല്ല അൽ ഹലീമു ഇദാ സ്തുജുഹില. തന്റെ നേരെ വിവരമില്ലാത്ത എന്തെങ്കിലും പൊട്ടത്തരം പ്രവർത്തിക്കുന്ന ആളോട് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉള്ളവനാണ് ശരിക്കും നേതാവ് എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. രണ്ട് ഗുണങ്ങളായി. ഒന്ന്, തന്റെ മുന്നിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ട് വരുന്നവന് വാരിക്കോരി കൊടുക്കാനുള്ള ഒരു ആർദ്രമായ മനസ്സുണ്ടാവുക. രണ്ട്, തന്നോട് വിവരമില്ലാതെ എന്തെങ്കിലും അബദ്ധം കാണിക്കുകയും പൊട്ടത്തരം കാണിക്കുകയും ചെയ്യുന്നവനോട് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു മനസ്സുണ്ടാവുക. മൂന്നാമത്തേത് അൽ കരീമുൽ മുജാലസത്തിൽ ലിമൻ ജാലസഹു. കൂടെ യാത്ര ചെയ്യുമ്പോഴോ കൂടെ വന്നിരിക്കുമ്പോഴോ നാം നമ്മുടെ മാന്യത നിലനിർത്തിയിട്ട് പെരുമാറുന്ന ഒരു പ്രകൃതമാണെങ്കിൽ ഒരു നേതാവിനുണ്ടാവാൻ പറ്റിയ മൂന്നാമത്തെ ക്വാളിറ്റി അതാണെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നാലാമത്തെ ക്വാളിറ്റി, അയൽവാസിയായും തൻ്റെ കൂടെ സഹപ്രവർത്തകനായും ഒക്കെ കഴിയുമ്പോൾ അവരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ കഴിയുന്ന സൽസ്വഭാവിയുമായിരിക്കും ഒരു ജനനായകൻ. അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട 4 ക്വാളിറ്റിയിൽ നാലാമത്തെ ക്വാളിറ്റി അതാണെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അങ്ങനെയുള്ള ആളെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് നേതാവെന്ന് പറയാൻ പറ്റും. അവരൊക്കെ അങ്ങനെ ആയിരുന്നു. മഹാന്മാരായ സ്വഹാബികൾ അങ്ങനെ ആയിരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ടല്ലോ ഇന്നത്തെ ചില നേതാക്കളെ കുറിച്ച്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന ആളുകളിൽ പലരും പല നേതാക്കളുണ്ട്. ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഇമാം തുർമുദിയുടെ ജാമിഇലും അഹ്മദ് ഇമാമിന്റെ മുസ്നദിലൊക്കെ കാണുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, മാമിൻ ഇമാമിൻ യുഗ്രിഖു ബാബഹു ദൂന ദവിൽ ഹാജതി വൽ ഖല്ലതി വൽ മസ്കനതി ഇല്ലാ അഗ്ലഖല്ലാഹു അബ്വാബസ് സമാഇ ദൂന ഖല്ലതിഹി വ ഹാജതിഹി. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ മനസ്സിലാക്കി ജീവിതത്തിൽ വലിയ ഭാഗമാക്കിയ ഒരു ഹദീസാണിത്. ഇമാം തുർമുദിയുടെ ജാമിഇലുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്വാധീനമുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിയുമെന്നൊരു തോന്നല് സമൂഹത്തിൽ പൊതുവെ എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയ കാര്യം നടക്കും. അദ്ദേഹം ആവട്ടെ ഒരു കരുണയില്ലാത്ത മനുഷ്യനും കൂടിയാണെങ്കിൽ, ആളുകൾ വരുമ്പോൾ വാതിലടച്ചിട്ട് അവരെ അവഗണിക്കുന്ന പ്രകൃതക്കാരനാണെങ്കിൽ, ആകാശത്തിൽ നിന്നും
കാരുണ്യത്തിന്റെ കവാടം അവന്റെ നേരെ അള്ളാഹു അടച്ചു കളയുമെന്ന് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേതൃത്വ പദവിയിലിരിക്കുന്ന ആളുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ, അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടും അതുപോലെ തന്നെ സഹാനുഭൂതികളോടുമുള്ള ഈ മുഖം തിരിച്ചു നിൽക്കുന്ന ഈ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലെ പിന്നീട് അധികാരം കയ്യിൽ കിട്ടിയ പല മഹത്തുക്കളും ഈ ഹദീസിനെ ജീവിതത്തിലെ ഒരു ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു പ്രതിജ്ഞ പോലെ കൊണ്ടു നടന്നു എന്നുള്ളതാണ് ചരിത്രം. ഇമാം തുർമുദിയും അഹ്മദും ഒക്കെ അവരുടെ മുസ്നദുകളിൽ ഇത് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ഒരു കരുണയുടെ ബോധം റജബ് മാസത്തിൽ നമുക്ക് ഉണ്ടാവണമെന്ന് പറയുന്ന കരുണയുടെ ബോധം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനിർത്തിയിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഒരു ഹദീസ് ഉണ്ട്, ഇമാം അബൂദാവൂദും ആ ഹദീസ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബികളുമായി വളരെ തിരക്ക് പിടിച്ച ഒരു ചർച്ചയിലിരിക്കുമ്പോ റോഡിൽ നിന്നിട്ട് ഒരു മാനസിക രോഗമുള്ള പെണ്ണ് വിളിച്ചു, ഒരു ഉമ്മ വിളിച്ചു, മുഹമ്മദ് നബിയെ വിളിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലുള്ളാഹി ഇന്നലി ഇലൈക ഹാജ, ഹബീബായ നബിയെ എനിക്ക് അങ്ങയുടെ അടുത്തേക്ക് വരണം, ഒരു ആവശ്യമുണ്ട്. അവിടെ സ്വഹാബികളുമായി വളരെ ഗൗരവമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, ഉമ്മ എന്നെ കാണാനും ആവശ്യം ചോദിക്കാനും നിങ്ങൾ ഇങ്ങോട്ട് വരല്ലേ, നിങ്ങളൊരു സുഖമില്ലാത്ത ഒരു രോഗമുള്ള പെണ്ണല്ലേ, നിങ്ങൾ എന്ത് ചെയ്യാ, യാ ഉമ്മ ഫുലാൻ ഇജ്ലിസി ഫി അയ്യി നവാഹിസികി ശിഅതി, നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്പെടുന്ന ഈ ഭാഗത്ത് എവിടെയാണോ ഇരിക്കാൻ പറ്റുന്ന അവിടെ പോയിരുന്നോളൂ. എന്നാൽ അജ്ലിസ് ഇലൈക്ക്, ഞാൻ അവിടെ വരാൻ നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ ഇങ്ങോട്ട് കയറി വരേണ്ട വിഷമിച്ച്, നിങ്ങൾക്ക് സുഖമില്ലാത്തതാണ്, നിങ്ങൾ എവിടെയാണോ ഏറ്റവും സൗകര്യപ്രദം ഇരിക്കാൻ പറ്റുന്നത് അവിടെ പോയിരുന്നോളൂ, ഞാൻ അങ്ങോട്ട് ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജലസ ഇലൈഹാ ഹത്താ ഖാലത് ഹാജതഹ, നിലവിലെ ചർച്ച തൽക്കാലം ഒരു ഇടവേള കൊടുത്തിട്ട് അവർ പോയി സൗകര്യപ്പെടുന്നിടത്ത് പോയി ഇരുന്നത് എവിടെയോ അവിടെ പോയി അവരുടെ ആവശ്യങ്ങൾ മുഴുവനും റസൂലുള്ളാഹി കേട്ടിട്ടാണ് പിന്നീട് യോഗത്തിലേക്ക് തിരിച്ചു വന്നതെന്ന് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഈ ഹദീസ് കാണാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അതായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ റജബ് മാസം സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും സഹാനുഭൂതിയുടെയും കാരുണ്യ പ്രവർത്തനങ്ങളുടെയും മാസമാണെന്ന ബോധവും കൂടി ഉണ്ടാവണം. ഇതൊക്കെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ ഇടയിലുള്ള പെരുമാറ്റത്തിലൂടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ നന്മയായി അള്ളാഹു പരിഗണിക്കുന്ന ഒരു മാസവും കൂടിയാണ് റജബ് മാസം. മഹാന്മാരായ പൂർവികരായ സ്വഹാബികളുടെ ജീവിത ചരിത്രം തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ധാരാളം അയവിറക്കാൻ കഴിയും. മഹാനായ അബു നുഐം തങ്ങൾ അദ്ദേഹത്തിന്റെ ഹില്യത്തുൽ ഔലിയായിൽ ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനായ യഹ്യ ഇബ്നു അബ്ദുല്ലാഹിൽ ഔസാഇ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖറജ ഫി സവാദിൽ ലൈലി ഫറആഹു തൽഹ. രാത്രിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ രാത്രിയിൽ മഹാനവറുകൾ രാവിലെ ഇരുട്ടുകൂടുന്ന സന്ദർഭത്തിൽ മഹാനവറുകൾ പല ഖിദ്മത്തുകളും ചെയ്തിരുന്നു അത്രേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരുട്ടിന്റെ ആ പാതിരാവിന്റെ അരണ്ട വെളിച്ചത്തിൽ പമ്മി പോകുന്നു. എങ്ങോട്ട് പോകുന്നു? മഹാനവറുകള് ഒരു വീട്ടിലേക്ക് പാതിരാവിലെ കടന്നു ചൊല്ലുന്നു. ആരുമില്ല എന്ന് തന്നെ കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കയറി ചൊല്ലുന്നു. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി തങ്ങൾ അത് ദൂരെ നിന്ന് കണ്ടു. സുബഹിയായപ്പോൾ മഹാനായ ഫലമ്മ അസ്ബഹ ത്വൽഹത്തു ദഹബ ഇലാ ദാലിക്കൽ ബൈത്തി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്നലെ രാത്രി പതുങ്ങി ആരും കാണാതെ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നത് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു രാത്രി കണ്ടിരുന്നു. മനസ്സിലെന്തൊക്കെയോ തോന്നി, എന്താ ഇപ്പൊ ഈ പാതിരാക്ക് ആരും കാണാതെ തലയിലൊക്കെ മുണ്ടിട്ടിട്ട് എന്താണ് ഇപ്പൊ ഇതെല്ലാം വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്? എന്താണെന്നറിയാൻ വേണ്ടി സുബഹിക്ക് തന്നെ മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് എന്തൊക്കെയോ മനസ്സിൽ തോന്നിയ ഒരു ബഹുമാനക്കുറവ്. സ്വാഭാവികമാണല്ലോ, ഈ പ്രവൃത്തിയുടെ രീതി അനുസരിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന്റെ രീതി അനുസരിച്ച് സ്വാഭാവികമായിട്ടും തോന്നിപ്പോകും. അങ്ങനെ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു തോന്നിയതൊന്നും ആരോടും പറഞ്ഞില്ല. നേരം വെളുത്തപ്പോ തന്നെ ഫലമ്മ അസ്ബഹ സുബഹിക്ക് തന്നെ അസ്ബഹ ത്വൽഹത്തു ദഹബ ഇലാ ദാലിക്കൽ ബൈത്തി ഫൈദൻ ബിഅജൂസിൻ അംയാ മുഖഇദ. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു സുബഹിക്ക് തന്നെ ആ തലേ രാത്രി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയ ആ വീട്ടിലേക്ക് ചെന്ന് അവിടെ നോക്കിയപ്പോൾ അവിടെ ആരും കാണുന്നില്ല. രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത, എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്തിയാൽ അവിടെ ഇരിക്കുന്ന പ്രകൃതത്തിൽ ഉള്ള വളരെ പ്രായം ചെന്ന ഒരു ഉമ്മ, ഒരു സംരക്ഷകനുമില്ലാതെ ആ കുടിലിൽ കഴിയുകയാണ്. രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത പെണ്ണാണ്.
അപ്പോൾ മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ തങ്ങള് ആ ഉമ്മയോട് ചോദിച്ചു, മാ ബാലു ഹാദർ റജുലി ഇത്തീക്കി, ഉമ്മ നിങ്ങളുടെ അടുത്ത് എല്ലാ രാത്രിയിലും ഒരാൾ വരുന്നുണ്ടെന്ന് ഞാൻ നിരീക്ഷിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്, എന്തിനാണ് അദ്ദേഹം ഇവിടെ വരുന്നത് എന്ന് ചോദിച്ചു. ആളാരാണെന്ന് പറഞ്ഞില്ല. ഉമ്മ പറഞ്ഞു, അന്നഹു യതആഹദുനി മുൻദു കദാ വകദാ, കുറെ കാലമായിട്ട് അദ്ദേഹം എന്നെ വന്ന് ശുശ്രൂഷിക്കാൻ വരുന്നുണ്ട്. എന്റെ കണ്ണിന് കാഴ്ചയില്ലല്ലോ, എനിക്ക് ആരോഗ്യമില്ലല്ലോ, പ്രായം കൂടുതലല്ലേ, കുടിക്കാനും തിന്നാനും ഉള്ളതൊക്കെ കൊണ്ടുവന്ന് തന്നു പോകും. എന്റെ വീടടിച്ചു വാരിയും എന്നെ വൃത്തിയാക്കിയും എന്തൊക്കെ മസ്ലഹത്ത് ഞാൻ ഈ താമസിക്കുന്നിടത്ത് വേണം, ഇതൊക്കെ മുഴുവനും അദ്ദേഹം രാത്രി വന്നിട്ട് ചെയ്തിട്ട് പോകുന്ന ഒരാള് ഇവിടെ വരലുണ്ട്. എന്നിട്ടോ അന്നിയൽ അതാ, ഞാൻ വിസർജിച്ച് വെച്ചതുപോലും അറപ്പില്ലാതെ എടുത്തു കൊണ്ടുപോയി കളഞ്ഞ് വൃത്തിയാക്കുന്ന ഒരാളാണ് ഇവിടെ വന്നു പോകുന്നത് എന്ന് പറഞ്ഞു. അയാൾ വരുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല ചോദിച്ചത് ആരാണെന്ന് അറിയോ ഉമ്മ? ആ ഉമ്മ പറഞ്ഞു, അബൂ നുഐമിന്റെ ഹില്യയിൽ ഈ സംഭവമുണ്ട്. ആ ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല ആരാന്ന്. ഒരു കാര്യം തീർച്ചയാണ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണമാണ് ലോകത്ത് ഉള്ളതെന്ന് എനിക്കറിയാം. ഉമർ ഇബ്നുൽ ഖത്താബ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ലോകത്താർക്കും ഒരു പ്രയാസവും ഉണ്ടാവില്ല. ആ ഒരു സംരക്ഷണത്തിന്റെ വലയം എന്റെ ജീവിതത്തിലും ഒരു കാവലായുണ്ട്. ഉമർ ഭരിക്കുന്ന മദീനയില് ഞാൻ സുഖമായി ജീവിക്കുന്നു. അപ്പോ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഉമ്മ, നിങ്ങൾക്ക് ഖിദ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു പോകുന്ന ആ മഹാൻ ആരാണെന്നറിയോ? ആ മഹാനാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കിസ്റാ പനിക്കും കൈസറും വിറയ്ക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടഞ്ഞെട്ടുന്നതാ, അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ. ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനും. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബാണെന്ന് പറയുന്ന കേട്ടപ്പോ ആ ഉമ്മ അമ്പരന്ന് പോയെന്ന. എന്നിട്ട് മാറി നിന്ന് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തെ ശകാരിക്കുന്ന വാക്കായി കേൾക്കുന്നത്, തകലത്ക ഉമ്മുക യാ ത്വൽഹ അഅ്സറാത്തു ഉമർ തത്തബിഉ, ഉമർ ഇബ്നുൽ ഖത്താബിനെ പറ്റി മോശം വിചാരിച്ച ത്വൽഹ, നീ വളരെ മോശമാണ് കേട്ടോ എന്ന് സ്വന്തം ശരീരത്തെ പറ്റി മഹാനവറുകൾ നിരൂപിച്ചു പറഞ്ഞു. അപ്പം മഹാന്മാരുടെയൊക്കെ ജീവിതത്തില് അവരുടെയൊക്കെ ജീവിതത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പോലെയുള്ള സഹാനുഭൂതിയുടെയും നിഷ്പ്രയാസം നമുക്ക് കഴിയുന്ന ഈ ആർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഈ കരുണയുടെ ബോധമുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത് റജബ് വിളംബരം ചെയ്യുന്ന വലിയ ഒരു തത്വമാണ്. റജബ് മാസം അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട മാസമാണ്. അള്ളാഹുവിന്റെ സ്വഭാവത്തെ അനുകരിക്കേണ്ട മാസമാണ്. അള്ളാഹുവിന്റെ സ്വഭാവം കരുണയാണ്, സ്നേഹമാണ്. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. ഇനി കേട്ടോളൂ, ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലും അത്ഭുതപ്പെടുത്തിയ മഹാനായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വൃദ്ധയായ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു ഉമ്മയെ പരിചരിക്കുന്ന ശീലമുണ്ട്. മഹാനായ ഇമാം സുയൂത്തിയുടെ താരിഖുൽ ഖുലഫാഇൽ ഈ സംഭവം പറയുന്നുണ്ട്. മഹാനായ അബൂ സാലിഹ് അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധാരാളം വൃദ്ധരായ, മക്കളൊന്നും സംരക്ഷിക്കാനില്ലാത്ത അനാഥർ എന്ന് പറയാവുന്ന പ്രായം ചെന്ന ഉപ്പമാരെയും ഉമ്മമാരെയും ഖിദ്മത്ത് ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു പതിവ് മഹാനവറുകൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ മദീനയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ കാലഘട്ടവും കൂടിയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വീട്ടിൽ ചെന്ന് സംരക്ഷണം കൊടുക്കാൻ ചെല്ലുമ്പോഴേക്കും ഏറ്റവും പ്രയാസകരമായ അവസ്ഥയുള്ളൊരു വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കിടക്കുന്നത് കാണാം. അപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു താൻ ചെല്ലുന്നതിന് മുമ്പ് മറ്റൊരാൾ ഇതൊക്കെ വൃത്തിയാക്കി വെക്കുന്നു. ഇദാ ജാഅഹ വജദ ഗൈറഹു ഖസ്സബഖഹു ഇലൈഹാ ഫഅസ്ലഹ മാ അറാദത് ഫജാഅഹ ഗൈറ മറത്തിൻ കൈലാ യസ്ബിഖ ഇലൈഹാ ഫറസദഹു ഉമർ ഫൈദൻ ഹുവ ബി അബീ ബക്കർ റളിയല്ലാഹു അൻഹു അല്ലദീ യതീഹാ വഹുവ യൗമഇദിൻ
ഖലീഫത്തുൻ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് ആ വീട്ടിലെ വൃദ്ധയുടെ, ഏറ്റവും മോശമായ അവസ്ഥയുള്ള വൃദ്ധയുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് റാഹത്താക്കി പോകുന്ന പതിവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, എന്നെക്കാളും മുമ്പ് കിടക്കുന്ന അത്രയും വലിയൊരു യോഗ്യനായ ആൾ ഇവിടെ വേറെ ഉണ്ടോ? ഒരു ദിവസം രാത്രി അങ്ങനെ പതുങ്ങിയിരുന്ന് മഹാനവറുകൾ ആ വന്നു പോകുന്ന ആളാരാണെന്ന് തിരിച്ചറിഞ്ഞു. ആ സമയത്തും വന്നുപോയ ആള് രാജ്യം ഭരിക്കുന്ന ഖലീഫയായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പം മഹാന്മാരുടെയൊക്കെ ജീവിതത്തിൽ റജബിന്റെ ഏറ്റവും വലിയ സന്ദേശമായ സഹാനുഭൂതിയുടെയും കരുണയുടെയും സ്നേഹത്തിന്റെയും മനസ്സ് ഉണ്ടാവണമെന്ന ആ തത്വം ജീവിച്ച് കാണിച്ചവരായിരുന്നു മഹാന്മാരായ നമ്മുടെ പൂർവികരായ സ്വഹാബി ശ്രേഷ്ഠരും മഹാന്മാരായ ഇമ്മത്തും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും തലങ്ങൾ നമ്മൾ കൃത്യമായി പരിഗണിക്കാൻ നമുക്ക് ഏറ്റവും വലിയ പ്രചോദനം നൽകുന്ന ഒരു സന്ദേശമാണ് റജബ് മാസം നമ്മളിൽ വരുമ്പോൾ കിട്ടേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റജബിന് അങ്ങനെ ഒരു ഭാവമുണ്ട്, കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ വാത്സല്യത്തിന്റെയും സഹാനുഭൂതിയുടെയും ഒരു ഭാവം റജബ് മാസത്തിനുണ്ട്. ഒന്നുകൂടി പറയാം, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട് പറയുന്ന മാസമാണ് റജബ് മാസം. അള്ളാഹുവിലേക്ക് ചേരേണ്ട ഏറ്റവും വലിയ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ റജബ് പഠിപ്പിക്കുന്നു അത് കരുണയുള്ള സ്വഭാവമാണെന്ന്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ റജബ് ആസ്വദിച്ചു കൊണ്ട് നടക്കാനുള്ള ഭാഗ്യം, റമളാനും ശഅബാനും ജീവിതത്തിൽ സ്വന്തമാക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തൗഫീഖാക്കി തരട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണം അല്ലാ. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ. ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ, അവരുടെ എല്ലാം ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ജീവിതത്തിൽ റജബും ശഅബാനും റമളാനും ഞങ്ങൾക്ക് നീ അനുകൂലവും ഞങ്ങൾക്ക് ഗുണകരവുമാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, വീട് പണിയുമായി ബന്ധപ്പെട്ടവർ ദുആരക്കാൻ ഒരുപാട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നാര മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ പഠനത്തിലും തൊഴിലിലുമെല്ലാം ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ജീവിതത്തിൽ റബ്ബേ വിശുദ്ധി കുറഞ്ഞവരാ ഞങ്ങൾ, തസ്കിയത്ത് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞ എല്ലാ നല്ല കാര്യത്തിൻ്റെയും മിഥില സവാബ്, ഞങ്ങൾ ഓതിയതിൻ്റെ മിഥില സവാബ് ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവരുടെ ഖബറിടത്തിലെത്തിക്കണം അല്ലാ. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. പടച്ചറബേ, ഞങ്ങൾക്ക് നീ തന്ന എല്ലാ നിഅമത്തുകളും നിലനിർത്തി തരണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ കടബാധ്യതകൾ നീ തന്നതാണ് തമ്പുരാനെ, അത് നീ വീട്ടിത്തരണേ തമ്പുരാനെ. അള്ളാഹുവെ റബ്ബേ, ദുആ വസിയത്ത് ചെയ്തിട്ടുള്ള സഹോദരങ്ങളും സഹോദരിമാരും ഒരുപാട് കാര്യങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസിക വിഷമങ്ങൾ, അതുപോലെ തന്നെയുള്ള ചെറുതും വലുതുമായ ഒരുപാട് വലിയ ആവശ്യങ്ങളും ചെറിയ ആവശ്യങ്ങളും ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചവർ റബ്ബേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, അന്ത്യം നന്നായി കലിമ ഉച്ചരിച്ചു മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ ചേർക്കണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറ നീ ഞങ്ങൾക്ക് നസീബാക്കണേ അല്ലാ. അള്ളാഹുവെ, റജബും ശഅബാനും റമളാനും ഖബൂലാവാനുള്ള സുകൃതം ഞങ്ങളിൽ ഉണ്ടാവണം അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.